ഇന്ന് പാലച്ചാലിൻ്റെ ഉത്സവം കാണാൻ വേണ്ടി വന്നിട്ടോ ചേച്ചീൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ ചെറിയ ചേച്ചിയുണ്ട്, മോളും ഉണ്ട്, എല്ലാവരും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് താഴെ എത്തിക്കാൻ പോകും. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇതാ താഴെ വരുന്നുണ്ട്. അത് അവിടെ ഒരു ഒച്ച കേൾക്കുന്നില്ലേ? അപ്പോൾ നമുക്ക് താഴെ കാണാം കേട്ടോ. എൻ്റെ മോനുണ്ട്, ചേച്ചീൻ്റെ മോനുണ്ട്, മോളുണ്ട്, അമ്മുണ്ട്, പിന്നെ ബാക്കി എല്ലാവരും അവിടെ ഒരുങ്ങുന്നുള്ളൂ കേട്ടോ. ഇവിടെ നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ തന്നെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോയാൽ പിന്നെ പറയുകയും വേണ്ട, അവിടെ ഒന്നും നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. സ്ഥലം അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. സ്ഥലം ഇതാ വന്ന് ഇവിടെ എത്തിയിട്ടോ. ഇനി കുറച്ച് നേരം ഇവിടെ കൊട്ടുണ്ടാവേ. ഇത് ഓരോ സ്ഥലത്തും അവർ വരുന്ന വഴിക്ക് നമ്മുടെ ഓരോ കടകളുടെ മുന്നിലും ഒക്കെ വിളക്ക് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് അവർ കുറേ നേരം കൊട്ടും. അങ്ങനെ പയ്യെ വരുള്ളൂ. ആദ്യമായിട്ട് കാണും കേട്ടോ. നിങ്ങളിങ്ങനെ എവിടെയും കണ്ടിൻ്റെ കാര്യം ഓരൊക്കെ പോയി നേരെ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഗാനം കാണാൻ വന്നേക്കാണ് ചേച്ചി. ഒരു 2 മണിക്കൂറോളം നിന്ന് ചെണ്ടകൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ താരം വീണ്ടും നീങ്ങുന്നുണ്ട്. അത്യാവശ്യം തോനെ താരം കൊണ്ടുവന്നുണ്ടോ.
ഇത് കൊട്ടൊക്കെ അങ്ങ് ദൂരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് കൊട്ടൊന്നും കേൾക്കാത്ത. പക്ഷെ ഒരുപാട് താലമുണ്ട്. അപ്പോൾ നമ്മൾ ആ താലം മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൊട്ടൊന്നും കേൾക്കുന്നില്ല. അവിടെ ഇതിനകത്ത് എൻ്റെ ചേച്ചിയുണ്ട്. ചേച്ചിയും കൊണ്ട് നോക്കി ഞങ്ങളെ കണ്ടിട്ട് ചിരിച്ച് കാണിച്ചുകൊണ്ട് അതാ പോകുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മളവിടെ നിന്ന് ചേച്ചി മാത്രമേ താലം എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ 41 നോമ്പ് നോക്കിയിട്ട് പിന്നെ ഞാൻ നോമ്പ് മുറിച്ചു പോയി ഓർക്കാതെ. പിന്നെയാണ് ഓർത്ത അയ്യോ ഇവിടെ താലം എടുക്കായിരുന്നു നോമ്പ് മുറിച്ചില്ലായിരുന്നെങ്കിലെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുത്ത വർഷം എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറേ ദൂരം നടക്കാനുണ്ട്. നമ്മൾ തിരുവമ്പാടി ഇവിടെ കടവെന്ന് വൈകുണ്ഠ ക്ഷേത്രത്തിൽ നിന്ന് പോന്നിട്ട് പിന്നെ കല്ലുരുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തിരിഞ്ഞ് അങ്ങനെ ചുറ്റി ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ താലം എടുത്തിട്ട്. പക്ഷേ നമുക്ക് താലം എടുത്ത് നടക്കുമ്പോൾ നമുക്ക് അത്രയും ദൂരം നമ്മൾ നടന്നതായിട്ടോ മടുപ്പോ ഒന്നും തോന്നില്ല കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഇത്രയും ദൂരം നടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഞാൻ താലം എടുക്കാതിരുന്നു. പിന്നെ ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്നു. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചേട്ടായും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ നേരത്തെ അമ്പലത്തിൽ പോയി തൊഴുത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. താലം ഇവിടുന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് താലം കണ്ടിട്ട് താലം അതിലെ ചുറ്റി അമ്പലത്തിലെത്തുമ്പോഴേക്കും ഇതിലെ വേറെ വഴിയുണ്ട് കടവ് കൂടെ. അതിലേ പോയിട്ട് നമ്മൾ സ്ഥിരം പോകുന്ന വഴി അതിലേ പോയി താലം എത്തുമ്പോഴേക്കും ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ചേച്ചിമാരും മക്കളും ഞാനൊക്കെ കൂടെ. അപ്പോൾ ഞാൻ താലം ഇതാ ഇനിയും പോയി തീർന്നില്ല കേട്ടോ. ഒരുപാട് താലമുണ്ട് ഇപ്രാവശ്യം നല്ല എല്ലാ പ്രാവശ്യം തന്നെ നല്ലോണം താലം ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും ഇപ്രാവശ്യം കൂടുതൽ താലം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ട്. അപ്പോൾ എത്രയോ താലം ഞാൻ താലം മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ വെച്ച് നോക്കുന്നു. ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പോഴാണ് താലം കഴിയുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, താലം കഴിഞ്ഞ് അതിൻ്റെ പുറകിൽ മഹാദേവനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ശിവനും പാർവതിയായിട്ടുള്ള ഇതും വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പുറകിൽ വേറെ എന്തൊക്കെയോ ഓരോ ഇപ്പം എല്ലാ ഉത്സവങ്ങളിലും കാണുന്നുണ്ട് തെയ്യം കെട്ടി വരുന്നത്.
താലമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചേച്ചിമാരെ മക്കളും എല്ലാവരും കൂടെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാട്ടോ. താരം അതിലേ ചുറ്റി വരുമ്പോഴേക്കും ഞങ്ങൾ ഇതിലേ നടന്നു പോകാതാ. കുറച്ച് പേർക്ക് നടക്കാൻ വയ്യ, അവർക്ക് കാല് വേദനയാന്നൊക്കെ പറയുന്നുണ്ട്, ഓട്ടോ വിളിച്ച് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനെന്താ പറയുന്നതെന്ന് എൻ്റെ കുഞ്ഞ് നോക്കുവാട്ടോ. കേട്ടോ, എൻ്റെ കുഞ്ഞുകുട്ടി നോക്കുവാണ്. ഒരു ഹായ് പറഞ്ഞപ്പം എൻ്റെ ചേച്ചിയുടെ മോളാട്ടോ ഇത്. ഇല്ല നമുക്ക് നടന്നു മക്കള് ചെറിയ മക്കളെല്ലാം കൂടെ ഓട്ടോയ്ക്ക് പോകാൻ നിന്ന് ഞാനും എൻ്റെ ചേച്ചിമാരും ഒരു ചേച്ചീൻ്റെ മോളും കൂടെ ഞങ്ങളിതാ നടന്നു പോകാമെന്ന് വിചാരിച്ചിട്ടോ. അവർക്ക് കുറച്ച് ദൂരം ഇവിടെ നിന്ന് നടക്കാനുണ്ടേ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ ഓട്ടോയ്ക്ക് വരാമെന്ന് വിചാരിച്ചു. നിറച്ച് ഇതാ ക്രിസ്മസിൻ്റെ ഇതുവരെ അഴിച്ചിട്ടില്ല കേട്ടോ ആരും. എല്ലാവരും ന്യൂ ഇയറും കൂടെ കഴിഞ്ഞിട്ട് അഴിക്കാമെന്ന് വെച്ചിട്ടായിരിക്കും. പക്ഷേ എല്ലാ വീടുകളിലും ഉണ്ട് കേട്ടോ. വരി പോകുന്നു അങ്ങനെ അങ്ങോട്ട്. പുറകിലാണ്. അപ്പം കണ്ടതാണ് ഒരു മരത്തിൻ്റെ ഒരു കായ്. ഇത് കണ്ടോ, ഇത് എന്ത് മര എന്ത് കായാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത ഒരു കുറേ തന്നെ കുറേ കായായിട്ടുണ്ട് കേട്ടോ. ഈ പുറകോട്ടൊന്ന് തിരിച്ചു നീണ്ട ക്യൂ, ഒരു അരമുക്കാൽ മണിക്കൂറത്തെ ക്യൂവിനൊടുവിൽ ഞങ്ങൾക്ക് പാത്രം കിട്ടി. ചോറിനുള്ള പാത്രം കിട്ടി. പക്ഷേ ഇവിടെ മൊത്തം നിറച്ച് ആൾക്കാരാണ് കേട്ടോ. നല്ല തിരക്കാണ്. താലം എത്തിയിട്ട് പോലും ഇല്ല. താലവും കൂടെ എത്തിയാൽ പിന്നെ പറയുകയും വേണ്ടിയില്ല, ഭയങ്കര തിരക്കാണ്. സാധാരണ നമ്മൾ കാണുന്നത് ശ്രദ്ധിക്കാതെ പോകുന്ന ശബ്ദമുണ്ട്. ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് ഒരു കമ്മല് വെക്കാൻ. ഒരു ബൈക്കിന്റെ ശബ്ദമാണ്. വെളിച്ചത്ത് പോയിട്ട് എടുക്കാം. ഇരുട്ടത്തൊന്നും കുറെ കരിമാക്കന്മാരുണ്ടാവും. ഒരു രണ്ടുപേരും കമ്മല് നോക്കാൻ അങ്ങോട്ടും അങ്ങോട്ട് പോയി.